ദില്ലിയിൽ എന്താണ് സംഭവിക്കുന്നത്? ദില്ലിയിൽ ഇന്നലെ എക്സിറ്റ് പലരും ചോദിക്കുന്നുണ്ട്. അതെ, ദില്ലിയിലെ എക്സിറ്റ് പോളുകളൊക്കെ BJP മുൻതൂക്കങ്ങൾ പ്രവചിക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. പോകുമോ? ആം ആദ്മിയുടെ കയ്യിൽ നിന്ന് പോകുമോ ദില്ലിയിൽ? നാളെ അല്ലെ 8-ാം തീയതി? അതെ, 8-ാം തീയതി. മറ്റന്നാൾ. അതെ, 8-ാം തീയതി നമുക്കറിയാം. അബ്ദുൾ റഷീദാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളോടൊപ്പം ചേരുന്നത്. അബ്ദുൾ റഷീദ് വരുന്നതിന് അതൊന്ന് ലൈവ് കണക്റ്റായി വരുന്നതേ ഉള്ളൂ. ഏതായാലും അബ്ദുൾ റഷീദ് കുറച്ച് അസുഖമൊക്കെ ആയിട്ട് മാറുന്നില്ലായിരുന്നു. അതെ, മഞ്ഞപ്പിത്തമായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഉഷാറായോ? ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് അബ്ദുൾ റഷീദ്? ഗുഡ് മോർണിംഗ് ശരത് ആൻഡ് മനു. ആരോഗ്യം ഇപ്പോൾ സുഖകരമായി. കഴിഞ്ഞ ദിവസമാണ് എത്തിയത്. ശരി, അപ്പോൾ ഏതായാലും ശ്രദ്ധിക്കുക. വെള്ളമൊക്കെ മേടിച്ച് കുടിക്കുമ്പോൾ നല്ല, കാരണം മുമ്പും പല മാധ്യമ സുഹൃത്തുക്കൾക്കും ഇതേ അവസ്ഥ സംഭവിക്കുന്നുണ്ട്. ഈ വെള്ളം കുടിക്കാൻ കിട്ടുന്ന വെള്ളം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് കേരളത്തിന് പുറത്ത്. വെള്ളം തന്നെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിരുന്നു, യമുനയിലെ വെള്ളം. അതെ. അപ്പോൾ റഷീദ് ശ്രദ്ധിച്ചോളുക. ബാക്കി നമ്മുടെ കാര്യത്തിലേക്ക് വന്നാൽ, എക്സിറ്റ് പോളൊക്കെ എങ്ങനെ വന്ന് നിൽക്കുന്നു? എങ്ങനെയാണ് BJP, ആം ആദ്മി പാർട്ടി ആ ക്യാമ്പുകളൊക്കെ അതിനെ ഒബ്സർവ് ചെയ്യുന്നത്? യെസ്, ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു എക്സിറ്റ് പോളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ളത്. ദില്ലിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPക്ക് ഒരു മുന്നേറ്റം നൽകുന്ന, ഒരു ചെറിയ രീതിയിൽ മുന്നേറ്റം നൽകുന്ന എക്സിറ്റ് പോളുകളാണ് മിക്ക ഫലങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. അതേസമയം ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ അധികാരം നൽകില്ല എന്ന ഒരു കാര്യം കൂടി ഈ എക്സിറ്റ് പോളുകളിൽ സൂചന നൽകുന്നുണ്ട്. ഇത്തവണ ആം ആദ്മി പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെടുമെന്നാണ് വിവിധ എക്സിറ്റ് പോളുകളും കഴിഞ്ഞ ദിവസം പ്രചരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും BJPക്ക് ചെറിയ രീതിയിൽ മുന്നേറ്റമുണ്ട്. അതേസമയം ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ അധികാരത്തിൽ തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന ഒരു സൂചന കൂടി എക്സിറ്റ് പോളുകൾ, കഴിഞ്ഞ ദിവസത്തെ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ഏറ്റവും ശ്രദ്ധേയമായത് 15 വർഷത്തോളം കോൺഗ്രസ് ഭരിച്ചിരുന്ന ദില്ലിയിൽ ഇത്തവണയും കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നേറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന വ്യക്തമായ കണക്കുകൾ കൂടി കഴിഞ്ഞ ദിവസത്തെ എക്സിറ്റ് പോളുകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾക്കൊക്കെ തന്നെയും വേദിയായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിൽ വലിയ രീതിയിൽ കൊമ്പ് കോർക്കുന്ന പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. BJP ആം ആദ്മി പാർട്ടിക്കെതിരെയും അതോടൊപ്പം മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെയും വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ യമുന നദിയിലെ ജലമലിനീകരണവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം മദ്യനയ കേസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ശീഷ് മഹൽ പോലെയുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും വലിയ രീതിയിൽ ഉള്ള ഒരു പ്രചാരണം BJP കൈക്കൊണ്ടിരുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഹരിയാന ദില്ലി ബോർഡറായിട്ടുള്ള അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെയും കഴിഞ്ഞ തവണ ഹരിയാനയിൽ ജാട്ട് വിഭാഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BJP നടത്തിയ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രചാരണം തന്നെയാണ് ഇത്തവണയും BJP ദില്ലിയിൽ നടത്തിയിട്ടുള്ളത്. ഇതൊക്കെ തന്നെയും BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് മധ്യവിഭാഗ മേഖലകളിൽ വലിയ ഒരു പ്രചാരണം BJP നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ബജറ്റിലടക്കം മധ്യവിഭാഗങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ മധ്യവിഭാഗത്തിന്റെ വോട്ടുകൾ എല്ലാം തന്നെ BJP എങ്ങനെ പോയി? ദില്ലിയിലെ മിഡിൽ ക്ലാസ് എങ്ങനെ? അബ്ദുൾ റഷീദ്, നമുക്കേതായാലും ഇനി കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ മതി. നാളെ ഒരു ദിവസം കഴിഞ്ഞ് 8-ാം തീയതി ഏതാണ്ട് ഈ നേരമാകുമ്പോൾ അവിടെ വോട്ടെണ്ണൽ ആരംഭിക്കും. അപ്പോഴും കൈരളി ന്യൂസ് വളരെ സജീവം. ഇതിനിടയ്ക്കൂടെ അതുകൂടി പരസ്യം കൂടിയാണ്. കൈരളി ന്യൂസ് വളരെ സജീവമായി തന്നെ ദില്ലിയുടെ വോട്ടെണ്ണൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ 8-ാം തീയതി രാവിലെ നമുക്കറിയാം അബ്ദുൾ റഷീദുണ്ട്, അവിടെ സിബി ഉണ്ട്, അതുപോലെ തന്നെ വിഷ്ണു തലവൂരുണ്ട്, ഇവിടുന്ന് കെ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ദില്ലിയുടെ ജനവിധി എന്ത് എന്നതിലേക്ക്, മിഡിൽ ക്ലാസ്, അതാണ് BJP ലക്ഷ്യം വെച്ചത്. അതിലേക്ക് അവർക്ക് എത്താനായോ അതോ സാധാരണക്കാരന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ വലിയ പീഡനങ്ങൾക്ക് നടുവിൽ ഭരിച്ചു പോന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിക്ക് ആ ഭരണത്തെ അടുത്ത ഒരു ടൈമിലേക്ക് എത്തിക്കാൻ 67-ഉം 62-ഉമായിരുന്നു. അതായത് ഹ്യൂജ് ആയിട്ടുള്ള മാർജിനായിരുന്നു. ആകെ 70. ആകെ 70. ഒരു കാര്യം, കോൺഗ്രസിന്റെ നിലപാട് ഇത്തവണ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ചലനം ഉണ്ടാക്കി തോന്നില്ലേ?
വലിയ ഒരു തരത്തിലും പറയാൻ പറ്റുന്നില്ല. ഒരു കാര്യവും നിലവിലെ സാഹചര്യത്തിൽ കാണുന്നില്ല. ഫീൽഡിലും കണ്ടത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ BJP വിരുദ്ധ വോട്ടുകളെ ചിതറിപ്പിച്ചിട്ടുണ്ടാവില്ലേ? അല്ല, അത് സാധാരണ എല്ലാ കാലത്തും എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു പ്രശ്നം. ആ ത്രെട്ട് ദില്ലിയിൽ എങ്ങനെ വർക്കൗട്ട് ആയിട്ടുണ്ട്, BJP പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കാം. അത് 8-ാം തീയതി അറിയാം, കാത്തിരിക്കാം. അപ്പോൾ അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി.